ഗ്രീഷു, സെക്ഷൽ ലൈഫിൽ ആ ഒരു പുരുഷ പങ്കാളി അവന്റെ ശരീരത്തിലെ ഇറോജിനസ് സോണുകളെല്ലാം സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പല പങ്കാളിക്കും അത് ലഭിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത. അത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇയർ ലോബ്സും, പിന്നെ വരുന്നത് നമ്മുടെ ലിപ്പും ടങ്ങും, പിന്നെ വരുന്നത് കഴുത്തിന്റെ കേസിൽ പിൻകഴുത്തും മുൻകഴുത്തും സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ബ്രസ്റ്റിന്റെ ഏരിയയിലോട്ട് വരികയാണെങ്കിൽ നിപ്പിള്, അത് ആണിന്റെയും പെണ്ണിന്റെയും കേസിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ്, എന്തായാലും പരിഗണിക്കുന്ന അതിലൊരു ഭാഗമാണ്. പിന്നെ വരുന്നത് അബ്ഡോമിനൽ ഏരിയ, ലോവർ അബ്ഡോമിനൽ ഏരിയ, അതുപോലെ ആ ഒരു പെൽവിക് ഏരിയ, ലിംഗത്തിന്റെ ആ ഒരു ചുറ്റുപാട് വരുന്ന പെൽവിക് ഏരിയ ഒക്കെ നല്ല സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ഭാഗമാണ്. പിന്നെ ലിംഗത്തിന്റെ കേസ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണല്ലോ. പിന്നെ ആ വൃഷ്ണവും വൃഷ്ണസഞ്ചിയുടെ ആ ഒരു ഭാഗവും കൃത്യമായി സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നല്ലൊരു സ്റ്റിമുലേഷൻ കിട്ടുന്ന ഒരു ഭാഗമാണ്. പിന്നെ ആ ഒരു ലിംഗത്തിനും മലദ്വാരത്തിനും ഇടയിൽ വരുന്ന പെരിനിയം എന്ന് പറഞ്ഞ ഭാഗം, ആ ഒരു ഭാഗം സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ഭാഗമാണ്. പിന്നെ ഇന്നർ തൈ ഏരിയ, ആ ഒരു ഭാഗവും വളരെ സെൻസിറ്റീവ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ ലിപ്പ് ഉപയോഗിച്ചോ ടങ് ഉപയോഗിച്ചോ ഹാൻഡ്സ് ഉപയോഗിച്ചോ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ടോ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിഗണിക്കണം. ഇനി ഇവിടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, എല്ലാവർക്കും എല്ലാ ഭാഗവും ഒരുപോലെ ഇഷ്ടമാണെന്നില്ല. അപ്പോൾ അത്